നമ്മൾ പോലും അറിയാതെ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ആളുകളെ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, നോറെപ്പിനെഫ്രിൻ. ഈ പുള്ളിയാണ് നമ്മൾ അലേർട്ടായിട്ടിരിക്കാനും നമുക്ക് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് എനർജി തരാനും ഓരോ ടാസ്കുകൾ പെർഫോം ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ പുള്ളിയുടെ ലെവൽ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ആങ്സൈറ്റി ഉണ്ടാക്കും. അതുപോലെ ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പുള്ളി ഒരു നയത്തിൽ കൊണ്ടുപോകുന്നതാണ് നല്ലത്. അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതും നന്നായിട്ട് ഉറങ്ങുന്നതും ഒക്കെ പുള്ളിയെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത് ഗ്ലൂട്ടമേറ്റ്. നമ്മുടെ ന്യൂറോൺസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് പുള്ളിയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മൂഡ്, മെമ്മറി, ലേണിംഗ് എല്ലാം പുള്ളി ബൂസ്റ്റ് ചെയ്യും. ആദ്യത്തെ പുള്ളിയെ പോലെ തന്നെ പുള്ളിയുടെ ലെവൽ ഒരുപാട് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്, കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്. അതുപോലെ ഒരുപാട് കൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് എവിടെയെങ്കിലും പോയി കുറച്ച് നേരം വെറുതെ ഇരുന്നാൽ മതി, പയ്യെ റെഡി ആയിക്കോളും. ലിസ്റ്റിൽ മൂന്നാമത്തെ ആൾ ഇപ്പോൾ കറന്റ് ഏറ്റവും ഫേമസ് ആണ്. പേര് മെലാറ്റോണിൻ. നമ്മുടെ റെസ്റ്റ് ആൻഡ് റിക്കവറിക്ക് വേണ്ടിയാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. നമ്മൾ നന്നായിട്ട് ഉറങ്ങാനും നമ്മുടെ ബോഡി റിക്കവർ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് പുള്ളിയാണ്. ആളൊരു മാന്യനാണ്. പിന്നൊരു കാര്യം, ഈ ഉറങ്ങാൻ കിടന്നിട്ട് ഇരുന്ന് ഫോണിൽ കുത്തുന്നത് പുള്ളിക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയം ഫോൺ മാറ്റി വെച്ചിട്ട് നേരെ കിടന്ന് ഉറങ്ങുന്നതാണ് പുള്ളിയെ പിണക്കാതിരിക്കാൻ ഏറ്റവും നല്ലത്. ബാക്കിയുള്ള ആളുകളെയൊക്കെ അടുത്ത പാർട്ടിൽ പരിചയപ്പെടാം. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഇപ്പം തന്നെ ഫോളോ ചെയ്തു.